എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ ക്ലാസ്സുകൾ നടത്തുന്നത് തിരുവനന്തപുരത്തുള്ള ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല എന്ന സ്ഥാപനത്തിൽ നിന്നാണ്. നമ്മൾ ഏകദേശം ഒരു 6 വർഷമായിട്ട് ഓൺലൈനിൽ ജ്യോതിഷം, വാസ്തു, അതുപോലെ തന്നെ പെൻഡിലെ ജ്യോതിഷം, ശംഖ് ജ്യോതിഷം, ഹസ്തരേഖാശാസ്ത്രം ഇവയുടെ എല്ലാം ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രവാസ്തു ഇവയുടെ എല്ലാം ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ആരംഭിക്കുന്ന 4 ക്ലാസ്സുകളാണ്. ഇന്നൊരു മുഹൂർത്തം നോക്കി ഈ സമയത്ത് തുടങ്ങിയതാണ്. അടിസ്ഥാന ജ്യോതിഷത്തിന്റെ ക്ലാസ്, പിന്നെ അതുപോലെ തന്നെ ശംഖ് ജ്യോതിഷത്തിന്റെ ക്ലാസ്, പെൻഡില ജ്യോതിഷം, പിന്നെ ഹസ്തരേഖാശാസ്ത്രം. അപ്പൊ ഇത് ക്ലാസ്സുകളുടെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫീസ് മറ്റു കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. 1-2 ക്ലാസ്സിലൊക്കെ പങ്കെടുത്തതിന് ശേഷം എല്ലാവരും ഫീസൊക്കെ അടച്ചാൽ മതി. ആദ്യം നിങ്ങൾക്കൊക്കെ ഇത് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. ഇന്നൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് തുടങ്ങുന്നത്. നമ്മൾ ഒരു ശാസ്ത്രം പഠിക്കുന്ന കൊണ്ട് നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി നമുക്കിത് ആരംഭിക്കാം. എല്ലാവരും അവരവരുടെ വിശ്വാസം അനുസരിച്ച് മനസ്സിൽ പ്രാർത്ഥിക്കുക. ഞാനൊരു പ്രാർത്ഥന ഗീതം, ഒരു ശ്ലോകം, ജ്യോതിഷത്തിലെ ഒരു പ്രധാന ശ്ലോകമാണ്. ഹോരാശാസ്ത്രത്തിലെ ആദ്യത്തെ ശ്ലോകമാണ്. മൂർത്തിത്തെ എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകമാണ്. സൂര്യനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു ശ്ലോകമാണ്. അത് ഞാനിപ്പോൾ ഈ ഗ്രൂപ്പിൽ ഇടാം. അതിനുശേഷം നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങാം. മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ചയജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. എല്ലാവരും മൈക്കും വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് വെക്കാം. നമുക്ക് ക്ലാസിന്റെ അവസാനം നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുള്ളത് അന്നേരം ചോദിച്ചാൽ മതി. അതിനെല്ലാം ഉത്തരങ്ങൾ തരാം. അപ്പൊ നമുക്കിന്ന് ആദ്യമായിട്ട് നമുക്ക് ജ്യോതിഷത്തിന്റെ ക്ലാസ് ആണ് തുടങ്ങുന്നത്. ജ്യോതിഷം പഠിപ്പിക്കുന്നത് പ്രസന്നകുമാരൻ നായർ എന്ന സാറാണ്. അദ്ദേഹം ഇവിടെ വർഷങ്ങളായിട്ട് ജ്യോതിഷം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. സാർ അതിന്റെ ക്ലാസിന്റെ കാര്യങ്ങൾ സംസാരിക്കും. സാറിനെ ഞാൻ ക്ഷണിക്കുക. കേൾക്കാമല്ലോ സാറേ? കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം സാർ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രസന്നകുമാർ എന്നാണ്. തിരുവനന്തപുരമാണ് സ്ഥലം. അപ്പോൾ ഈ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാലയിൽ ജ്യോതിഷവും മറ്റ് അതേപോലെ അനുബന്ധ ഹസ്തരേഖ അല്ലെങ്കിൽ അനുബന്ധ വിഷയങ്ങൾ പഠിക്കാൻ വന്ന എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് വേദാംഗ ജ്യോതിഷമാണ്. വേദാംഗ ജ്യോതിഷം എന്ന് പറയുമ്പോൾ നമ്മളുടെ പഠന രീതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കലിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ളതാണ്. കാര്യം ഇവിടുന്ന് പഠിച്ചു കിടക്കുമ്പോൾ നിങ്ങൾക്ക് സ്വതന്ത്രമായി ഈ ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ പറ്റണം. ആ വിധത്തിലാണ് നമ്മൾ ക്ലാസ്സുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് 18 അധ്യായങ്ങളാണ് ഉള്ളത്. ബേസിക്കിൽ 18 അധ്യായങ്ങളാണ് ഉള്ളത്. ആ 18 അധ്യായങ്ങളിൽ 2 അധ്യായങ്ങൾ അതിൻ്റെ PDF നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിയുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ PDF ഫയൽ അയച്ചു തരും. അതിൽ 2 കാര്യങ്ങൾ, അതായത് 16ഉം 17ഉം അധ്യായങ്ങൾ നമുക്ക് ഗണിതമാണ്. അത് നമ്മുടെ ഓരോ പഞ്ചാംഗം മാറുന്നതനുസരിച്ച് ഗണിതത്തിന്റെ ആ ക്രമങ്ങൾ സമയവും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അതും നിങ്ങൾക്ക് അയച്ചു തരുമെങ്കിലും നിങ്ങൾക്ക് അതിനെ റെഫറൻസ് ചെയ്യാൻ അത് സഹായിക്കും. അപ്പോൾ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു മഹാശാസ്ത്രം ഒരു വ്യക്തി പഠിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗൂഢശാസ്ത്രം ഒരു വ്യക്തി പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യമേ പറയുന്നതെന്ന് വെച്ചാൽ അയാളുടെ ആത്മീയ ജീവിതത്തിലേക്കുള്ള അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിലുള്ള ഒരു വഴിത്തിരിവ് എന്നാണ്
ഗുരുക്കന്മാരെല്ലാം പറയുന്നു. കാര്യം ഒരു ഗൂഢശാസ്ത്രം പഠിക്കണമെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ശാസ്ത്രവുമായി അല്ലെങ്കിൽ ഈ ഗൂഢശാസ്ത്രവുമായിട്ടുള്ളൊരു ബന്ധം, ആ ബന്ധമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇതിലേക്ക് വരാൻ കഴിയില്ല. ചിലപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നവർ കാണും, നേരത്തെ പഠിച്ചിട്ടുള്ളവർ കാണും, കൈകാര്യം ചെയ്യുന്നവർ കാണും. അങ്ങനെ പല വിധത്തിലുള്ള പഠിതാക്കൾ ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചു തുടങ്ങുന്ന ആളിൻ്റെ കൂടെ ആയിരിക്കും ഞങ്ങൾ. കാര്യം അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് വേദാംഗ ജ്യോതിഷം. അപ്പോൾ ഈ ചരിത്രം പറയുന്നത് എന്ന് പറഞ്ഞാൽ ബാബിലോണിയിലാണ് ആദ്യം ഈ ജ്യോതിഷത്തിന്റെ ആരംഭം എന്ന് ചരിത്രരേഖകളിൽ പറയും. എന്നാൽ നമ്മൾ ആ ചരിത്രങ്ങൾക്ക് മുമ്പ്, അപ്പോ യുഗങ്ങൾ നോക്കുകയാണെങ്കിൽ ശ്രീരാമൻ ജീവിച്ചിരുന്ന കാലഘട്ടം ത്രേതായുഗത്തിലാണ്, ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്നത് ദ്വാപരയുഗത്തിലാണ്. അപ്പോ പഞ്ചഗ്രഹങ്ങൾ ഉച്ചത്തിലായതിന്റെ അന്നാണ് അച്യുതൻ അയോധ്യയിൽ ജനിച്ചു എന്ന് നമ്മളുടെ ആദികാവ്യമായ രാമായണത്തിൽ പറയുന്നുണ്ട്. അതേപോലെ ഈ മഹാഭാരത യുദ്ധത്തിന്റെ മുഹൂർത്തം കുറിച്ചത് നകുല സഹദേവന്മാരിൽ സഹദേവനാണെന്ന് പറയും. അശ്വിനി ദേവന്മാരുടെ പുത്രനായ നകുല സഹോദരന്മാരിൽ സഹദേവനാണെന്ന് പറയും. അപ്പോ അത്ര ആ കാലഘട്ടത്തിൽ തന്നെ ജ്യോതിഷത്തിന് അല്ലെങ്കിൽ 5 ഗ്രഹങ്ങളിൽ ഉച്ചമായി എന്ന് പറയുന്നതെങ്കിൽ ആ കാലഘട്ടത്തിൽ തന്നെ ജ്യോതിഷം വളരെയധികം നമ്മളുടെ നാട്ടിൽ വളരെയധികം പ്രചാരത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചരിത്രം പറയുമ്പോൾ ബാബിലോണിയിലാണ് ആദ്യം ജ്യോതിഷം തുടങ്ങിയതെന്നും പിന്നെ അത് മറ്റു രാജ്യങ്ങളിലേക്ക്, അറബികളിലേക്കും, അറബികളിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്കും അവരുടെ വിവിധ ആചാരങ്ങളിലേക്ക് മാറി എന്നാണ്. അപ്പൊ ലോകത്തെ എല്ലായിടത്തും ജ്യോതിഷമുണ്ട്, അവരുടേതായ രീതിയിൽ അവരുടേതായ കാഴ്ചപ്പാടിലുള്ള ജ്യോതിഷം ഉണ്ട്. അത് ഈ നമ്മുടെ ഏറ്റവും അഡ്വാൻസ് കൺട്രീസ് എന്ന് പറയുമ്പോൾ രാജ്യങ്ങളായി പോയാലും അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രിയായ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയാലും അവർക്കും അവരുടേതായ രീതിയിലുള്ള ജ്യോതിഷങ്ങൾ ഉണ്ട്. അപ്പൊ ഈ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു വെളിച്ചം പകരുക, വെളിച്ചത്തിലേക്കുള്ള പ്രയാണം, അല്ലെങ്കിൽ നമ്മളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നതാണ് ജ്യോതിഷം. അതാണ് ജ്യോതിഷം വേദത്തിന്റെ കണ്ണുകൾ എന്ന് പറയുന്നത്. വേദത്തിന്റെ ജ്യോതിഷം, കൽപ്പം, നിരുത്തം, ശിക്ഷ, വ്യാകരണം, ഛന്ദസ് എന്ന 6 അംഗങ്ങളുള്ളതിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജ്യോതിഷം. ആചാര്യൻ പറയുന്നത് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ കണ്ണുകളാണ്, അല്ലെങ്കിൽ ആ വേദത്തിന്റെ കണ്ണുകളായ ജ്യോതിഷത്തിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം? കാര്യങ്ങൾ ഗ്രഹിക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കണം എന്നാണ്. അപ്പൊ ഈ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ന് വിമർശനം നേരിടുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പൊ ഇതൊരു ശാസ്ത്രമാണോ എന്നൊക്കെ ചിന്ത വരും. അപ്പോ അത് ശാസ്ത്രമാണോ എന്ന് ഒരു ചിന്ത വരുമ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലാക്കുന്നത് ഇത് ഒരു ശാസ്ത്രീയ വിഷയമായത് കൊണ്ടാണ് യൂണിവേഴ്സിറ്റികളിൽ, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളിൽ ജ്യോതിഷം ഒരു ഐച്ഛിക വിഷയമായി പഠിപ്പിക്കുന്നു. ഇല്ലെങ്കിൽ അത് ഒരു ശാസ്ത്രമല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റികളിൽ ഇത് പഠിപ്പിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാര്യം അത്രയും വലിയ പിൻബലം ജ്യോതിഷത്തിനുണ്ട്. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന മേഖലയും ജ്യോതിഷം തന്നെയാണ്, അല്ലെങ്കിൽ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട അനുബന്ധ ഘടകങ്ങൾ. കാരണം ഈ നല്ല മുറിവൈദ്യൻ ചികിത്സിക്കുന്നത് പോലെയാണ്. അപ്പൊ ഒരു ജ്യോതിഷ മാസിക നടത്തിയ സർവേയിൽ, അത് 2000-ലോ 2002-ലോ ഒക്കെ ആണെന്ന് തോന്നുന്നു, അവർ നടത്തിയ ഒരു സർവേയിൽ ഈ കളിയിക്ക വിളവൽ, കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ കളിയിക്ക വിളവൽ കാസർഗോഡ് വരെ, നമ്മുടെ ഈ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ അത്രയും ദൂരങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ബോർഡ് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് ഏകദേശം 1,00,000-ലധികം ജ്യോതിഷികളുണ്ടെന്നാണ്. അതേപോലെ ബോർഡ് വയ്ക്കാതെ പ്രാക്ടീസ് ചെയ്യുന്ന സർക്കാർ ജീവനക്കാരോ അല്ലെങ്കിൽ അതേപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ജ്യോതിഷന്മാരും ഒക്കെ ഉണ്ട്. എന്നാൽ ഇവരുടെ ഇടയിൽ അടിസ്ഥാന ജ്യോതിഷത്തിന്റെ ഗണിതം അറിയാവുന്നവർ ഒരു 10% പേരേ ഉള്ളൂ. മറ്റുള്ളവരെല്ലാം അവരുടെ ഗുരുക്കന്മാരുടെയോ അല്ലെങ്കിൽ പിതാവിൻ്റെയോ അല്ലെങ്കിൽ അമ്മാവൻ്റെയോ ഒക്കെ പേര് പറഞ്ഞിട്ടായിരിക്കും ഈ ശാസ്ത്രത്തെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ വേണ്ടത്ര പഠനമില്ലാതെ അല്ലെങ്കിൽ പഠിപ്പില്ലാതെ, നേരത്തെ പറഞ്ഞതുപോലെ മുറിവൈദ്യം ചികിത്സിക്കുന്നത് പോലെ ഈ ശാസ്ത്രത്തെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ്
എല്ലാ മേഖലകളിലും നമ്മളുടെ ഈ ശാസ്ത്രത്തിന്റെ ഇത്രയും അധപ്പതനം വരാനുള്ള കാരണവും ഇത് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാലയിൽ നമ്മൾ അടിസ്ഥാന ജ്യോതിഷത്തിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പ്രാക്ടിക്കൽ ജ്യോതിഷത്തിലാണ് നിങ്ങൾ വെറുതെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് കറസ്പോണ്ടൻസ് കോഴ്സ് പഠിക്കാം. നമ്മളടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ പ്രാക്ടിക്കൽ ജ്യോതിഷത്തിൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് നമ്മളുടെ രീതികളെല്ലാം. അപ്പോ ഈ ജ്യോതിഷം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഭൂത ഭാവി വർത്തമാന കാലങ്ങൾ പറയാൻ ഇന്ന് ലോകത്തിൽ ഈ ജ്യോതിഷൻ പോലെ അല്ലെങ്കിൽ ഹസ്തരേഖ പോലെ അല്ലെങ്കിൽ അതേപോലെയുള്ള ഗൂഢശാസ്ത്രങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് വിദഗ്ധന്മാർ തെളിയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങളിലുള്ള ശാസ്ത്രജ്ഞന്മാര് പോലും അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ISROയുടെ മുൻ ചെയർമാൻ ശ്രീ സോമദാസ് സാർ, അദ്ദേഹത്തിനോട് ഒരു അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ ദൈവമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ദൈവം ഉണ്ടായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പം ഇല്ല, ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഇല്ലാത്ത ഒരു കാര്യത്തിനെ ഒരു ശാസ്ത്രജ്ഞനായ താങ്കൾ വിശ്വസിക്കും? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഭൗതിക തലത്തിൽ നിൽക്കുന്ന നമ്മൾ കാണുന്നത് മാത്രമല്ല ശാസ്ത്രം, ഈ ശാസ്ത്രത്തിന് മറ്റൊരു തലം കൂടിയുണ്ട്. അതിന് ഭൗതിക തലം എന്ന് പറയുന്നതിനേക്കാളും, അതായത് ഇപ്പം ബാക്ടീരിയ, ഫംഗസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. എന്നാൽ ഈ ബാക്ടീരിയയും ഫംഗസും അല്ലെങ്കിൽ വൈറസും ഈ ലോകത്തിൽ ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇതെല്ലാം ഈ ലോകത്തിൽ തന്നെ ഉണ്ട്. ഈ കാണുന്നത് മാത്രമാണ് ശാസ്ത്രം എന്ന് കരുതരുതെന്ന് അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ പറയാം. അപ്പം അദ്ദേഹത്തിനെ പോലുള്ള ഒരു വ്യക്തി തിരുപ്പതി ക്ഷേത്രത്തിൽ ഒരു റോക്കറ്റ് വിക്ഷേപണത്തിന്റെ മാതൃകയിലുള്ള റോക്കറ്റിനെ കൊണ്ട് അവിടുത്തെ ഭഗവാന്റെ നടയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്തുള്ള പൗർണമിക്കാവിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. കാര്യം നമ്മളുടെ, അതായത് സാധാരണക്കാരായ നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ സാധാരണക്കാരാണ്. നമ്മളുടെ സാധാരണക്കാരായ നമ്മളുടെ ബുദ്ധിയുടെ 10 മടങ്ങായിരിക്കും ഈ ശാസ്ത്രജ്ഞന്മാരുടെ ബുദ്ധിശക്തി. 10 മടങ്ങല്ല, ഏകദേശം നമ്മുടെ സാധാരണ മനുഷ്യന്റെ ഈ ബ്രെയിൻ 15%, നമ്മുടെ തലച്ചോറ് 15% മാത്രമേ വർക്ക് ചെയ്യുന്നു. അവരൊക്കെ ആണെങ്കിൽ അത് 15-ൽ നിന്നും 20-ഓ 25-ഓ മടങ്ങ് വർക്ക് ചെയ്യും. കാര്യം ശബ്ദത്തെക്കാൾ 5 ഇരട്ടി വേഗതയിലുള്ള ഒരു വസ്തുവിനെ അല്ലെങ്കിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു വസ്തുവിനെ കണ്ടുപിടിക്കണമെങ്കിൽ അവരുടെ ആ ബ്രെയിനിന്റെ വളർച്ച നമ്മളെ സാധാരണക്കാരന്റെ തലച്ചോറിന്റെ വികാസത്തെക്കാൾ എത്രത്തോളം കൂടിയിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി പറയുന്നു ശാസ്ത്രത്തിന് കാണാൻ കഴിയാത്ത മറ്റു പല ഭാഗങ്ങളും അല്ലെങ്കിൽ മറ്റു പല സംഗതികളും ഈ ലോകത്തുണ്ട്, അതിനെയും നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. എല്ലാം ശാസ്ത്രത്തിന്റെ കയ്യിൽ മാത്രം അല്ലെങ്കിൽ ശാസ്ത്രീയതയിൽ മാത്രം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു വ്യക്തി പറയുമ്പോൾ നമ്മൾ അവിടെ കാര്യം അദ്ദേഹം പറയുന്നതാണ്, ഇത്രയും പണം മുടക്കി അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇതിന്റെ നല്ല സമയം, ഈ റോക്കറ്റ് വിക്ഷേപണത്തിനുള്ള നല്ല സമയം എപ്പോഴെന്നറിയാനായിരിക്കും ചിലപ്പോൾ അദ്ദേഹം പോയിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് ജ്യോതിഷത്തിന്റെ പ്രസക്തി. ശാസ്ത്രം എത്ര വളർന്നാലും നമ്മളുടെ ഈ ഇതേപോലുള്ള ഗൂഢശാസ്ത്രങ്ങളിലുള്ള വിശ്വസ്തത, അത് നമുക്ക് ഏറ്റവും ഈ പിൻബലം തരുന്ന ഒന്നാണ്. അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ ഈ മറുപടി. അപ്പോൾ നമ്മൾ ജ്യോതിഷത്തിൽ എന്ന് പറയുമ്പോൾ വേദാംഗ ജ്യോതിഷമാണ്. വേദങ്ങൾ പറയുമ്പോൾ 4 വേദങ്ങളാണ്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ വേദങ്ങളിൽ വേദങ്ങളുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ജ്യോതിഷം, കൽപ്പം, നിരുത്തം, ശിക്ഷ, വ്യാകരണം, ഛന്ദസ്സുമാണ്. അതെല്ലാം ഓരോ കാര്യങ്ങളെപ്പറ്റി വിശകലനം ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്നത് ജ്യോതിഷമാണ്. അപ്പൊ ഈ ജ്യോതിഷത്തിന് 3 സ്കന്ധങ്ങളും, അതായത് ഗണിതം, സംഹിത, ഹോര എന്ന് പറയുന്ന 3 സ്കന്ധങ്ങളും, അതേപോലെ ഗോളം അല്ലെങ്കിൽ ജാതകം, ഗോളം, നിമിത്തം, പ്രശ്നം, മുഹൂർത്തം, ഗണിതം എന്ന് പറയുന്ന 6 അംഗങ്ങളും. അപ്പോൾ വേദാംഗത്തിൽ നിന്നും ജ്യോതിഷം മാത്രം എടുത്തു. ആ ജ്യോതിഷത്തിന് വീണ്ടും 3 സ്കന്ധങ്ങളുണ്ട്.
ഗണിതം, സംഹിത, ഹോര എന്ന് പറയുന്ന 3 സ്കന്ധങ്ങളും, ആ സ്കന്ധങ്ങളിൽ ആ ജ്യോതിഷത്തിന് തന്നെ 6 അംഗങ്ങളുണ്ട്. വേദത്തിനെ പോലെ തന്നെ 6 അംഗങ്ങളും ജ്യോതിഷത്തിനുണ്ട്. അത് ജാതകം, ഗോളം, നിമിത്തം, പ്രശ്നം, മുഹൂർത്തം, ഗണിതം എന്ന് പറയുന്ന 6 അംഗങ്ങളാണ്. ഈ 6 അംഗങ്ങളും എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജ്യോതിഷൻ എന്ന നിലയിലേക്ക് എത്താം. ഇപ്പൊ ജ്യോതിഷൻ എന്ന് പറയുന്നത് പഴയ ഒരു കാലത്തുള്ള പ്രയോഗമാണ്. ഇന്ന് ജ്യോതിഷനെ പറയുന്നത് ദൈവജ്ഞൻ എന്നാണ്. കാര്യം ഈ ദേവപ്രശ്നങ്ങളെല്ലാം കൈകാര്യം, ദൈവത്തിന്റെ ഹിതം അറിയുന്നവനാണ് ദൈവജ്ഞൻ. അതുകൊണ്ട് ഈ നക്ഷത്രപാഠകർ അല്ലെങ്കിൽ ഈ ജ്യോതിഷികൾ എന്ന തലത്തിൽ നിന്നും നമ്മൾ ഈ ദൈവജ്ഞന്റെ തലത്തിലേക്ക് ഉയരണം. അതിന് നമ്മൾക്ക് ഈ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, നമുക്കൊരു ശാസ്ത്രം പഠിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും നമുക്ക് ഗുരുക്കന്മാർ നമ്മളെ തേടി വരും. നിങ്ങൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ പുതിയ പുതിയ വിഷയങ്ങളുമായിട്ട് പുതിയ പുതിയ ഗുരുക്കന്മാർ വരും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജ്യോതിഷ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിലേക്ക് വരും. അപ്പോ ഈ ഗുരു എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഗുരു പൂർണിമയായിരുന്നു. അപ്പൊ ഈ ഗുരു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, അതൊരു പരമ്പരയാണ്. ഒരു ചെയിനിലെ കണ്ണികൾ പോലെ ഒരു പരമ്പരയാണ്. ഈ പരമ്പരയിൽ നമ്മളെല്ലാവർക്കും വിശ്വസിക്കുന്ന ദൈവം എന്ന് അല്ലെങ്കിൽ ഈശ്വരൻ എന്ന സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഹയർ സോളുണ്ട്. അപ്പോൾ ഈ ഹയർ സോളുമായിട്ട് നമ്മളെ അറ്റ്യൂൺമെന്റ് ചെയ്യുന്ന ആളാണ് ഗുരു. അപ്പോൾ ആ ഗുരു സങ്കല്പമായിരുന്നു ഇന്നലെ നമ്മൾ ആഘോഷിച്ച്. ഇന്നലെ നമുക്ക് ക്ലാസ് തുടങ്ങണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ വേറെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇന്നലെ ഗുരു പൂർണിമ ദിനത്തിൽ തുടങ്ങാൻ കഴിഞ്ഞില്ല. അപ്പൊ എന്തായാലും ജാതകം എന്ന് പറഞ്ഞാൽ ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു കുട്ടി ജനിച്ച സമയം അതിനെ അടിസ്ഥാനപ്പെടുത്തി അത് വച്ചിട്ട് ഒരു ഗ്രഹനില ഉണ്ടാക്കി അങ്ങനെയുള്ള ഗ്രഹനിലയിൽ നോക്കി നമ്മൾ ഫലം പറയുന്നതാണ് ജാതകം. നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ജാതകം. ഗോളം എന്ന് പറഞ്ഞാൽ ഭൂമി, മറ്റ് ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ ഇവയുടെ സ്വരൂപങ്ങളുടെ നിരൂപണങ്ങളാണ്. നിമിത്തം എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി ഉണ്ടാകുന്ന ശകുനങ്ങളെ കൊണ്ട് ഫലം പറയുന്നത്. അത് ഈ താൽക്കാലികമായി ഉണ്ടാകുന്ന ശകുനങ്ങൾ അല്ലെങ്കിൽ നിമിത്തങ്ങൾ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ രാശിബന്ധനവും ഗ്രഹബന്ധനവും അതേപോലെ ഗുരുപരമ്പരയുടെ അനുഗ്രഹവും പരദേവത അല്ലെങ്കിൽ കുലദേവതയുടെ ആനുകൂല്യവും ഉപാസനാമൂർത്തിയുടെ പിൻബലവുമുള്ള ഒരാൾക്ക് മാത്രമേ ഈ നിമിത്തങ്ങളെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഈ ശകുനങ്ങളെ തിരിച്ചറിയാൻ കഴിയൂ. അപ്പൊ നമ്മൾ അത്തരം ആ ഒരു ലെവലിലേക്ക് വളർന്നു വരണം. അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളെല്ലാം നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു തരും. പിന്നെ പ്രശ്നം എന്ന് പറയുമ്പോൾ താൽക്കാലികമായി ഒരു ആരൂഢമുണ്ടാക്കി അതുകൊണ്ട് ഫലം പറയുന്ന രീതിയാണ് പ്രശ്നം. പിന്നെ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ വിവാഹം അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠ തുടങ്ങിയ മംഗളകാര്യങ്ങളുടെ കാലനിർണയം ചെയ്യുന്നതാണ് മുഹൂർത്തം. അപ്പൊ ഈ മുഹൂർത്തം കൊടുക്കാൻ പഠിച്ചാൽ അയാൾ ഇത് ജ്യോതിഷനായെന്നാണ്. കാര്യം നവദോഷങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് വേണം നമ്മളൊരു മുഹൂർത്തം ഗണിക്കാൻ. ജ്യോതിഷത്തിൽ ഏറ്റവും വിഷമകരമായ ഒരു ഭാഗമാണ് ഈ മുഹൂർത്തം ഗണന എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഗണിതം. ഇപ്പോൾ ജ്യോതിഷം പഠിക്കാൻ ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ ജ്യോതിഷ ക്ലാസ് തുടങ്ങുമ്പോൾ 50-60ഓളം പേര് വരും. അവസാനം ഈ ഗണിത ഭാഗം വരുമ്പോൾ എല്ലാവരും ജ്യോതിഷ പഠനം ഉപേക്ഷിച്ചിട്ട് പോകും. എന്നാൽ നമുക്ക് ഉള്ള ഗണിതത്തിന്റെ പഠനം എന്ന് പറഞ്ഞാൽ വളരെ ലഘൂകരിച്ചിട്ടുള്ള, എന്നാൽ കണ്ടന്റ് ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗണിത പാഠമാണ് അല്ലെങ്കിൽ ഒരു പഠനമാണ് നമുക്കുള്ളത്. പിന്നെ വേറൊന്ന് എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഹോരാശാസ്ത്രമാണ്. അപ്പോൾ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അനുവർത്തിച്ചു വരുന്നത് ഹോരാശാസ്ത്രം എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പൊ കൂടുതൽ സമയം ഞാൻ എടുക്കുന്നില്ല. അത് എന്റെയും ഗുരുനാഥനായ ശ്രീ മോഹന സാറ് അടുത്ത് നിങ്ങളുടെ ഹസ്തരേഖയെ പറ്റി പറയും. സാറേ ഞാൻ നിർത്തിക്കോട്ടെ സാറേ. സാറേ ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ശംഖ് ജ്യോതിഷത്തിന്റെ അതുപോലെ തന്നെ പെൻഡുലത്തിന്റെയും കാര്യങ്ങൾ പറയാം. അടുത്തായിട്ട് നമ്മള് പിന്നെ ഇവിടെ ഹസ്തരേഖാശാസ്ത്രം പഠിപ്പിക്കുന്ന മോഹന സാറ് നിങ്ങളോട് സംസാരിക്കും ക്ലാസ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ. സാർ സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. പ്രസന്നകുമാർ സാറ് വളരെ ദീർഘമായി തന്നെ
ഒരു പ്രൈമറി ഇൻട്രഡക്ഷൻ നമ്മളെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ജ്യോതിഷമാണ് കൈകാര്യം ചെയ്യുന്നത് എങ്കിലും കൂടുതൽ അദ്ദേഹം പാമിസ്ട്രിയും പരാമർശിച്ചു പോയി. ജ്യോതിഷം എന്ന് പറയുന്നത് കണക്കാണ്, തെറ്റ് സംഭവിക്കാത്ത ഒന്നാണ്. പക്ഷെ അതിന് തികച്ചും വ്യത്യസ്തമാണ് പാമിസ്ട്രി എന്ന് പറയുന്നത്. ഹസ്തരേഖാശാസ്ത്രം അല്ലെങ്കിൽ പാമിസ്ട്രി എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. പിൻട്രോപ്പായിട്ട്, വളരെ എന്താ പറയാ, പർട്ടിക്കുലർ ആയിട്ട് ഒരു നല്ല ജ്യോതിഷനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിന്റെ ഭാഷ കടമെടുത്താൽ ദൈവജ്ഞനെ സംബന്ധിച്ചിടത്തോളം കണക്ക് കൂട്ടിയത് ശരിയാണെങ്കിൽ പിൻട്രോപ്പ്, ഡേറ്റും സമയവും ദിവസവും ഷാർപ്പായി പ്രെഡിക്റ്റ് ചെയ്യാം ഒരു സംഭവത്തിന്. എന്നാൽ പാമിസ്ട്രി അത്രയും ഒരു ഷാർപ്പ്നെസ് സമയത്തിലോ കാലത്തിലോ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാൽ പാമിസ്ട്രിയുടെ പ്രത്യേകത, ജ്യോതിഷത്തിന് അല്ലെങ്കിൽ ന്യൂമറോളജിയിൽ ഒരാളെ കുറിച്ച് നമ്മൾ പരാമർശിക്കാൻ ഏറ്റവും കുറഞ്ഞ അയാളുടെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും അത്യാവശ്യമാണ്. എന്നാൽ പാമിസ്ട്രിയിൽ അങ്ങനെ ഒരു ആവശ്യം നമുക്കില്ല. ഇവിടെ നമുക്കൊരാളുടെ കൈ ഒന്ന് കാണാൻ അവസരം കിട്ടിയാൽ ഉറപ്പായിട്ട് അയാൾ ആര് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ഒരു വ്യക്തിയെ, നമ്മൾ പരിചയപ്പെടുന്ന ഒരു വ്യക്തി, നമ്മൾ കാണുന്ന ഒരു വ്യക്തിയെ, നമ്മൾ അടുത്ത് ഇടപഴകുന്ന ഒരു വ്യക്തിയെ, ഒരു ദീർഘയാത്രയിൽ നമ്മുടെ സമീപത്ത് വന്നിരിക്കുന്ന ഒരാൾ, ഒരു ട്രെയിൻ യാത്രയിൽ നമ്മുടെ സമീപത്ത് വന്നിരിക്കുന്നയാൾ, അവൻ ചതിയനാണോ, കള്ളനാണോ, കൊലപാതകയാണോ, കുഴപ്പക്കാരനാണോ എന്നറിയാൻ അവന്റെ ജാതകമൊന്നും, അവന്റെ കാര്യങ്ങളൊന്നും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടിയില്ല. അവന്റെ കൈ ഒന്ന് കാണുക, അത് വലിയ കാര്യമൊന്നുമല്ല. ഒരാളുടെ കൈ കാണാൻ അയാളുടെ അനുവാദം പോലും നമുക്ക് വേണ്ട. അത്രയും ഈസി ആയിട്ട് നമുക്ക് ഒരാളെ പഠിക്കാനും പരിഗണിക്കാനും ഹസ്തരേഖ പഠിച്ചാൽ നമുക്ക് ഉപയോഗപ്പെടും. അപ്പൊ ഹസ്തരേഖ പഠിച്ചാൽ എന്തുണ്ട് ഗുണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ആദ്യത്തെ ഗുണം ഇത് തന്നെയാണ്. നമ്മൾ പരിചയപ്പെടുന്ന ഒരാളിനെ, നമ്മൾ ഇടപഴകാൻ പോകുന്ന ഒരാളിനെ, അയാളുടെ ഒരു ബെയർവേർഡ്സും ഡീറ്റെയിൽസും നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ പോലും അയാൾ ഏത് തരക്കാരനാണെന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും. പ്രകൃതിയുടെ രേഖപ്പെടുത്തലാണ്. നമ്മൾ പറയാറില്ലേ തലയിലെഴുത്ത് എന്നൊക്കെ പറയാറില്ലേ, അവന്റെ തലയിലെഴുത്ത് അങ്ങനെയാ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഒരാളെ മനസ്സിലാക്കാൻ, സ്വയം മനസ്സിലാക്കാൻ പ്രകൃതി രേഖപ്പെടുത്തിയ ഒരു അടയാളമാണത്, ചിഹ്നമാണ്. അല്ലാതെ തലയോട്ടിയിലും തലയിലുമൊക്കെ ഭാവിയും ഭൂതവും ഒന്നും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. തലയിലെടുത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പൊ ചില സംസാരങ്ങൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. എന്തോ എനിക്കത് ശരിയായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ പ്രകൃതി ഒരു ജീവൻ അല്ലെങ്കിൽ ഒരാൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ആ ജനനത്തോടൊപ്പം അയാൾ ആരായിത്തീരണം, എങ്ങനെ വളരണം, എന്തായിത്തീരണം, അയാളുടെ സ്വഭാവങ്ങൾ എന്തൊക്കെ ആയിരിക്കണം, ഈ വക കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ വളരെ വിശദമായി തന്നെ പ്രകൃതി രേഖപ്പെടുത്തിയിരിക്കും. പണ്ട് കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാര് പലരും കളിക്കെങ്കിലും ചോദിക്കാറുണ്ട്. അത് A.T. കോവൂറിന്റെ ഒരു പ്രശസ്തമായൊരു ചോദ്യമാണ് പലരും യുക്തിവാദികൾ ചോദിക്കുന്നത്. ഒരു കാലത്ത് ഞാനും അത് ചോദിച്ചിരുന്നു, ഒരു സംശയമില്ല, ഞാനും ചോദിച്ചിരുന്നു. ഒരാളിന്റെ കൈ മുറിച്ച് കയ്യിൽ തന്നാൽ അയാൾ എങ്ങനെ മരിച്ചു എന്ന് പറയുവാൻ കഴിയുമോ എന്നൊരു ചോദ്യമായിരുന്നു യുക്തിവാദിയായിരുന്ന ഇടമറകൾ.
ചോദിച്ചിരുന്നത്. അത് ഇപ്പോഴും പറയാറുണ്ട്. ഇതിലുണ്ട്, കഴിഞ്ഞ 10 വർഷം, ഇപ്പൊ 10 എന്ന് പറയാൻ പറ്റില്ല, 10-20 വർഷമായിട്ട് ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ ആരും വന്നില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്. രക്തസഞ്ചാരം നഷ്ടപ്പെട്ടു പോയാൽ കയ്യിലെ രേഖകൾ അവ്യക്തമാകും. മരിച്ചൊരാളുടെ കയ്യിലെ രേഖകൾ അത് അവ്യക്തമാകും. രക്തസഞ്ചാരത്തിന്റെ കുറവ് സംഭവിക്കുമ്പോൾ ആ അവ്യക്തത കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ ഓർമ്മിക്കായിരിക്കും, ഞാൻ മരിച്ചു, അയാൾ ഓർമ്മിക്കായിരിക്കും, അവിടെ ആൾ മരിച്ചു കിടന്നപ്പോൾ ഞാൻ അയാളെ കയ്യിൽ രേഖ കണ്ടല്ലോ. അത് മാത്രമല്ല നമ്മൾ നോക്കുക, കയ്യിലെ രേഖ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കയ്യിൽ കാണുന്ന പ്രകടമായ 3-4 രേഖകൾ മാത്രമല്ല, അതിനുപരി കുഞ്ഞു കുഞ്ഞു ധാരാളം രേഖകൾ കൂടെ കൈക്കകത്തുണ്ട്. ഫലം പറയാൻ നമ്മൾ ആശ്രയിക്കുന്നത് ഒന്നും കൂടെ തന്നെയാണ് ആ കുഞ്ഞു കുഞ്ഞു രേഖകൾ. പിന്നെ ചുരുക്കം ചിലരെങ്കിലും ഇപ്പോഴും ചോദിക്കാറുണ്ട്, ഇതിൽ വല്ലതും ശാസ്ത്രമുണ്ടോ? ഉണ്ട്. നമ്മളിപ്പോ രേഖപ്പെടുത്തുമ്പോൾ, നമ്മുടെ പ്രസൻസ് എവിടെയെങ്കിലും രേഖപ്പെടുത്തുമ്പോൾ സിഗ്നേച്ചറിന്റെ കൂടെ നമ്മൾ തമ്പ് ഇംപ്രഷൻ എടുക്കാറുണ്ട്. അതൊരു യുണീക്ക് ആണ്. ലോകത്തൊരാളുടെ തമ്പ് ഇംപ്രഷൻ പോലെ മറ്റൊന്ന് ഈ ലോകത്തൊരിടത്തുമില്ല. ഇപ്പൊ കയ്യിലെ തമ്പ് ഇംപ്രഷൻ, കയ്യിലെ ആ ഇത് ശാസ്ത്രമാണെങ്കിൽ അതിനോടൊപ്പം ഉണ്ടായിരിക്കുന്ന രേഖകളും ഉറപ്പായിട്ട് ശാസ്ത്രമാണ്, സയന്റിഫിക് ആണ്. ഒരു ഗർഭസ്ഥ ശിശു 7 ആഴ്ച വളർച്ച കഴിയുമ്പോൾ അയാളുടെ കയ്യിൽ അല്ലെങ്കിൽ അയാളുടെ ശരീരത്തില് എക്ടോഡേം, ഏറ്റവും പുറത്തുള്ള ത്വക്ക് രൂപാന്തരപ്പെടുകയാണ്. ആ ത്വക്ക് രൂപാന്തരപ്പെടുന്നതോടൊപ്പം തന്നെയാണ് കയ്യിലെ രേഖകളുടെയും ആരംഭം. ആ കുഞ്ഞ് വളരുന്നതോടൊപ്പം തന്നെ ഈ രേഖയും വളരുകയും വ്യക്തത ഉണ്ടായിരിക്കുകയും ചെയ്യും. നമുക്കാർക്കും നമ്മുടെ കയ്യിലെ ഒരു രേഖയെ അഴിച്ചു കളയാൻ, മാച്ചു കളയാൻ അല്ലെങ്കിൽ നീക്കം ചെയ്യുവാൻ സാധ്യമല്ല. കൈ മടക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് കയ്യിൽ രേഖകൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നതും ശുദ്ധ അസംബന്ധമാണ്. അതിന് ശാസ്ത്രീയമായ ഒരുപാട് തെളിവുകൾ ഇപ്പോഴുണ്ട്. നമ്മൾ കൈരേഖ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, സ്വയം വിലയിരുത്താൻ കഴിയും, നമ്മളെ കൂടെയുള്ള വേണ്ടപ്പെട്ടവർക്ക് വിലയിരുത്താൻ കഴിയും, പരിചയപ്പെടുന്ന അപരിചിതനെ വിലയിരുത്താൻ കഴിയും. നമ്മുടെ ക്ലാസ്സില് വിരലുകളുടെ സ്വഭാവം, നമ്മുടെ കയ്യിലെ 5 വിരലുകൾ നമുക്കുണ്ട്. ഈ 5 വിരലുകളുടെയും സ്വഭാവം, അതിന്റെ നീളക്കൂടുതൽ, നീളക്കുറവ്, അത് വളഞ്ഞിരിക്കൽ, പിന്നെ മറ്റ് വിരലുകളുമായി അവയ്ക്ക് എന്ത് പൊക്കമുണ്ട്, അതിനെന്ത് പൊക്കക്കുറവുണ്ട്, തടിച്ചിരിക്കുന്നതാണോ, ഈ വക കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ പഠന വിഷയമാണ്. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ഒരാളുടെ വിരല് കണ്ടാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. ഒരു മർഡർ, ഒരു കൊലപാതകിയുടെ തായ്വിരൽ എന്ന് പറഞ്ഞാൽ തമ്പ്, ഈ വിരല്, ഈ വിരൽ കണ്ടാൽ മാത്രം ഒരാൾ ഒരു ക്രിമിനൽ ആണോ എന്നൊക്കെ പറയാൻ പറ്റും. ഒരുപാടൊന്നും വേണ്ട, ഇത്രയും ഈ ഒരു വിരൽ കാണുമ്പോൾ തന്നെ അയാളുടെ ക്രിമിനൽ മൈൻഡ് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് കഴിഞ്ഞാൽ കൈക്കുള്ളിൽ മണ്ഡലങ്ങളുണ്ട്. ജ്യോതിഷത്തിൽ പ്രസന്നകുമാർ സാർ പറഞ്ഞ പോലെ, ഗ്രഹങ്ങൾ പറയുന്ന പോലെ നമ്മുടെ കയ്യിലും
വ്യാഴനും ശനിയും സൂര്യനും ബുധനും ശുക്രനും ചന്ദ്രനും ഒക്കെ നമ്മുടെ കൈക്കകത്തുണ്ട്. ഇതെല്ലാം നമ്മുടെ കൈക്കകത്തുള്ളതാണ്. പക്ഷെ അത് ജ്യോതിഷത്തിൽ പറയുന്ന വിധത്തിലല്ല എന്ന് മാത്രമേ ഉള്ളൂ. ജ്യോതിഷത്തിൽ നമ്മുടെ ഗ്രഹനിലയിൽ ഈ പറഞ്ഞ ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥാനങ്ങൾ ജനന സമയത്തിനനുസരിച്ച് മാറ്റം വരും. പക്ഷെ നമ്മുടെ കയ്യിൽ അങ്ങനെയല്ല. അനിശ്ചിതമായ സ്ഥാനം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജാതകത്തിൽ പറയുന്ന വ്യാഴന്റെ ഒരു ഗ്രഹം മോശമാണെങ്കിൽ കയ്യിലും വ്യാഴസ്ഥിതി മോശം തന്നെയായിരിക്കും. ബുധന്റെ സ്ഥിതി ജാതകത്തിൽ മോശമാണെങ്കിൽ കയ്യിൽ നോക്കിയാലും ബുധന്റെ സ്ഥിതി മോശം തന്നെയായിരിക്കും. ഇപ്പൊ വിരലുകൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ മണ്ഡലത്തിലേക്ക് വരും. മണ്ഡലം പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ രേഖയിലേക്ക് വരും. ആയുർരേഖ, ശിരോരേഖ, ഹൃദയരേഖ, ഭാഗ്യരേഖ, സന്താനരേഖ, വിവാഹരേഖ, ആദിത്യരേഖ, ഇങ്ങനെ നമ്മൾ രേഖകളിലേക്ക് വരും. ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു വ്യക്തിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതോടൊപ്പം തന്നെ ഫ്യൂച്ചറിൽ, ഭാവിയിൽ അയാൾക്ക് വരാൻ സാധ്യതയുള്ള പാരമ്പര്യ രോഗങ്ങളെ കുറിച്ച് കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ജനറ്റിക്കലി വരുന്ന രോഗങ്ങൾ, ഫ്യൂച്ചറിൽ എന്ത് തരത്തിലുള്ള രോഗം അയാളെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഡയബറ്റിക് ആവുമോ, മൂത്രാശയ സംബന്ധമായ രോഗമുണ്ടാവുമോ, ഗർഭാശയ സംബന്ധമായ രോഗമുണ്ടാവുമോ, അല്ലെങ്കിൽ ഈ എന്താ പറയാ ജലദോഷം, ഇസ്നോഫിലിയ, ചെസ്റ്റിന്റെ പ്രോബ്ലം, ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകുമോ, ഇങ്ങനെ തുടങ്ങി വരുന്ന ഹെൽത്ത് വൈസ് അയാൾക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങളെ കുറിച്ചും, കാർഡിയാക് പ്രോബ്ലം വരുമോ, ഇങ്ങനെ തുടങ്ങി വരുന്ന പാരമ്പര്യ രോഗങ്ങൾ എത്രമാത്രം ആ മനുഷ്യനെ ബാധിക്കാം എന്നും കൃത്യമായിട്ട് നമുക്ക് പറയാം. അപ്പൊ ഒരാളുടെ സ്വഭാവം പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം തന്നെ, അയാളുടെ സ്വഭാവ രീതി വിശദീകരിക്കുന്നതോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ ഐഡന്റിറ്റി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം തന്നെ ഫ്യൂച്ചറിൽ അയാൾക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങളെ കുറിച്ചും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ ശാസ്ത്രത്തിലൂടെ കഴിയും. ഇതിന് ഷോർട്ട് കട്ടുകളൊന്നുമില്ല. പഠിപ്പിക്കുന്ന തിയറി അതുപോലെ പഠിച്ചാൽ മാത്രം മതി. പക്ഷെ അപ്പോൾ നിങ്ങളൊരു കാര്യം അറിയണം, നിങ്ങൾ കാണുന്ന ഒരു കൈ അതുപോലെ ഒരു കൈ ഒരാളിനും ഉണ്ടാകില്ല. അതായത് നമ്മൾ പഠിക്കുന്ന രീതിയിലുള്ള ഒരു രേഖയും നമ്മൾ ഒരാളുടെ കയ്യിലും കാണില്ല. വ്യക്തമായി കേൾക്കുക. എന്നാൽ നമ്മൾ പഠിക്കാത്ത ഒരു കാര്യവും ഒരു കയ്യിലും ഉണ്ടാകില്ല. ഇത് രണ്ട് തരം തിരിച്ചറിയണം. ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ പഠിക്കുന്ന പോലെ ഒരു രേഖയും കാണില്ല എന്നാണ്. ഞാൻ രണ്ടാമത് പറഞ്ഞത് നമ്മൾ പഠിക്കാത്തതൊന്നും ഒരു കയ്യിലും കാണില്ല. അപ്പൊ ഇത് വേർതിരിച്ചു പഠിക്കണം, തരം തിരിച്ചു പഠിക്കണം. വേർതിരിച്ചും തരംതിരിച്ചും പഠിക്കാൻ പ്രാക്ടീസ് ഉണ്ടാവണം. ഒരു ദിവസം നമ്മൾ പഠിക്കുന്ന അത്രയും കാര്യങ്ങൾ ആവർത്തിച്ച് പഠിക്കണം. ഇന്ന് പഠിച്ച കാര്യം നാളെ നിങ്ങൾ ഓർമ്മിച്ചാൽ മറന്നുപോകും. ഇപ്പൊ നിരന്തരം അത് വായിക്കുകയും പ്രാക്ടീസ് തുടങ്ങാൻ പറയുമ്പോൾ പ്രാക്ടീസും നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വേണമെങ്കിൽ പ്രൊഫഷണൽ പാമിസ്റ്റായി മാറാം. അല്ല എങ്കിൽ ഒരു അറിവ് നേടാനുള്ള ഒരാളായിട്ട് നമുക്ക് മാറാം. ഇന്ന് നമ്മുടെ ക്ലാസ് തുടങ്ങിയ ദിവസമായതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും തമ്പ്, ഇത് പെരുവിലിന്റെ ഈ ഭാഗം, ഇവിടെ ഈ ഒന്നാമത്തെ സന്ധി ചുറ്റി വരുന്ന ഭാഗം, ഇവിടെ നമ്മൾ ക്ലാസ്സിൽ പിന്നീട് പഠിക്കുന്നതാണ്. അവിടെ ചുരുക്കം ചില ആൾക്കാരുടെ കയ്യിൽ ഒരു നേർരേഖ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. ഈ രണ്ട് ഖണ്ഡങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്നിടത്ത് ഇവിടെ ഒരു കുറുകെ ഒരു രേഖ ഉണ്ടാവും. ആ രേഖ കാണുന്നിടത്ത് ചിലരൊരു നേർരേഖ മാത്രമായിരിക്കും. ചിലരുടെ കാര്യത്തിൽ അവിടെ ഒരു എന്താ പറയാ ഒരു വൃത്തം പോലെ
ഒരു നെന്മണിയുടെ, ഒരു ഗോതമ്പ് മണിയുടെ ഒരു ആകൃതി അവിടെ ഉണ്ടാവാം. ഇത് രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും സംഭവിക്കുക. ഈ ഗോതമ്പ് മണിയുടെ അല്ലെങ്കിൽ നെന്മണിയുടെ ഒരു ആകൃതി, ഒരു വൃത്തമല്ല, ദീർഘം രീതിയിലുള്ള ഒരു അടയാളം. അങ്ങനെ ഒരു അടയാളം, ഒരു നെന്മണിയുടെ ആകൃതി അവിടെ ഉണ്ട് എങ്കിൽ ഇഷ്ടഭോജ്യം ഇഷ്ടസമയത്ത് ലഭ്യമാകുന്ന മനുഷ്യനാണ് അയാൾ. കുറച്ചുകൂടി ഭംഗിയായി പറഞ്ഞാൽ, ജീവിതത്തിൽ ഒരിക്കലും ഭക്ഷണത്തിന്, അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത ആളായിരിക്കും അയാൾ ജീവിതത്തിൽ. എന്നാൽ ആ ഐലൻഡ് ചിഹ്നം ഇല്ലാതെ ഒരു സ്ട്രെയിറ്റ് ലൈനായി മാത്രമാണ് അവിടെ കാണുന്നത് എങ്കിൽ എത്ര തന്നെ സമ്പന്നനായാലും, വീട്ടിൽ നിന്ന് അയാൾ ആഹാരം അയാളോടൊപ്പം കൊണ്ടുപോകുന്ന ആളാണെങ്കിൽ പോലും വിശന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ മാത്രമേ വിധി അയാൾക്ക് പറഞ്ഞിട്ടുള്ളൂ. സമയത്ത് ഭക്ഷണം കഴിക്കാൻ അയാൾക്ക് കഴിയില്ല. നിങ്ങൾ ഇപ്പൊ ഈ ക്ലാസ്സിലിരിക്കുന്ന മുഴുവൻ ആൾക്കാരും നിങ്ങളുടെ കയ്യില് ഇത് പരിശോധിക്കുക, എന്നിട്ട് വിലയിരുത്തുക. തെറ്റ് ഒരു കാരണവശാലും അതിനകത്തുണ്ടാകില്ല. ഉറപ്പായിട്ട് ഇതുപോലെ ക്ലാസ്സിലിരിക്കുന്ന ഓരോ ആൾക്കാരെയും പരാമർശിക്കുന്ന വിധത്തിൽ നമുക്ക് തെളിവുകൾ നിരത്തി നമുക്കിത് പഠിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഉറപ്പായി കാണാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുന്നത് കൈയല്ല തുടങ്ങുക. സാധാരണ പാമിസ്റ്റിയുടെ പുസ്തകം വാങ്ങി നോക്കിയാൽ ആദ്യ വിവരണം കയ്യെക്കുറിച്ചായിരിക്കും. പക്ഷെ നമ്മൾ കയ്യെ പിടിച്ച് ആദ്യം തുടങ്ങുന്നില്ല. നമ്മൾ തുടങ്ങുന്നത് വിരലുകൾ തൊട്ടായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വിരലുകൾ തൊട്ട് ക്ലാസ് ആരംഭിക്കാം. ആ ക്ലാസ്സിൽ അതാത് ക്ലാസ്സിൽ തന്നെ അതിൻ്റെ നോട്ട്സും നമുക്ക് എഴുതി പോവുകയും ചെയ്യാം. അപ്പോൾ ക്ലാസ്സിൽ വരുമ്പോൾ ഒരു നോട്ട് ബുക്ക് കൂടെ കരുതിയിരിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് ആരംഭിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ചിത്രങ്ങളായിട്ട് സ്ക്രീനിൽ ഉണ്ടാകുകയും ചെയ്യും. ഇപ്പൊ ചിത്രങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ചിത്രം നിങ്ങൾ അപ്പോഴന്നെ പകർത്തി വെച്ചോളണം. ആ ചിത്രം അപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെച്ചോളണം. നോട്ട്സ് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് തരുന്നതാണ്. നോട്ട്സ് പറയുന്ന സമയത്ത് നോട്ട്സ് എഴുതിയാൽ മതി. പഠിപ്പിക്കുന്ന സമയത്ത് കേൾക്കുക. ചിത്രങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ആ ചിത്രം അതേപടി കോപ്പി ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് പെൻഡിലെ ജ്യോതിഷം, അതുപോലെ ശംഖ് ജ്യോതിഷം ഇവ പഠിപ്പിക്കുന്ന പ്രസന്നകുമാർ സാറ് നിങ്ങളെ ജ്യോതിഷം പഠിപ്പിക്കുന്ന അധ്യാപകൻ തന്നെയാണ്. അദ്ദേഹം ആ ക്ലാസ്സുകളെ പറ്റിയുള്ള വിവരണങ്ങൾ തരുന്നതാണ്. നമസ്കാരം. അപ്പോ ഈ ജ്യോതിഷം പോലെ തന്നെ എന്റെ അപ്പോ നമ്മൾ പറഞ്ഞ ജ്യോതിഷം പോലെ അല്ലെങ്കിൽ ഹസ്തരേഖാശാസ്ത്രം പോലെ വളരെ പ്രാചീനമുള്ള മറ്റൊരു ശാസ്ത്രമാണ് പെൻഡുല ശാസ്ത്രം. പെൻഡുല ശാസ്ത്രമെന്നോ അതിന് പെൻഡുല ജ്യോതിഷമെന്നോ ഒക്കെ പറയും. ഈ പെൻഡുലത്തിന്റെ പ്രവർത്തനം ഫിസിക്സ് ആണ്. അതിൽ പ്യൂർ ഫിസിക്സ് അതാണ്. അതായത് നമുക്കറിയാം, നിങ്ങളുടെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചു കാണും, എല്ലാ സചേതന അല്ലെങ്കിൽ അചേതന വസ്തുക്കളും സമാനമായ വസ്തുക്കളിലേക്ക് ഒരു തരംഗത്തെ അയച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രകാശത്തെ അയച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ആ സമാന വസ്തുക്കൾ നമ്മൾ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ കാണും. അപ്പൊ ഇതിനെ നമ്മൾ തിരിച്ചറിയുക, അതിനെ പഞ്ചരശ്മികൾ എന്ന് നമ്മൾ പറയും. ഈ പഞ്ചരശ്മികൾ മുഖാന്തരം നമുക്ക് ഈ ഭൂമിക്ക് അടിയിലുള്ളതും അല്ലെങ്കിൽ ഭൂമിക്ക് ഉപരിതലത്തിലുള്ളതും അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചും അല്ലെങ്കിൽ വിദൂരത്തിലിരിക്കുന്ന ഒരു ആളിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു കളഞ്ഞുപോയ സാധനത്തെ സംബന്ധിച്ചോ നമുക്ക് അതിൻ്റെ
ആക്യുറസി ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ പഴയ നിയമം പുസ്തകം കണ്ടിട്ടുള്ളെങ്കിൽ അതിൽ അതായത് ഈ കൂട്ട പലായനം ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു വൃദ്ധനായ ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു വൈ ഷേപ്പിലുള്ള ഒരു കമ്പ് നിങ്ങൾ കാണുക. അപ്പോൾ പ്രാചീന കാലത്തിൽ തന്നെ ബാബിലോണിയയിൽ അല്ലെങ്കിൽ അതേപോലുള്ള ഗുഹാചിത്രങ്ങളിൽ ഈ അന്നത്തെ കാലത്ത് ഈ പെൻഡുലത്തിന് പകരമുള്ള ടൂളുകൾ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത്രത്തോളം പാരമ്പര്യമാണ്. അപ്പോ അത് അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഈ കറയുള്ള വൃക്ഷങ്ങളുടെ ശിഖരങ്ങളാണ്. അത് എൽ ഷേപ്പിലോ വൈ ഷേപ്പിലോ അല്ലെങ്കിൽ യു ഷേപ്പിലോ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിച്ചിരുന്നത് ഈ മരുഭൂമിയിൽ കൂടിയുള്ള യാത്രയിൽ ജലസ്രോതസ്സുകളെ കണ്ടെത്താൻ. അതായത് യാത്ര പോകുമ്പോൾ വെള്ളം കുടിക്കേണ്ട ആവശ്യമായിട്ട് വരും, അല്ലെങ്കിൽ കിട്ടാതെ മരുഭൂമിയിൽ വെള്ളം ഇല്ലാത്ത അവസ്ഥയാണ്. നീതി ഉറവയുണ്ടോ എന്ന് പ്രകൃതിയിൽ നിന്നും പക്ഷികളെ നിരീക്ഷിച്ചും അതേപോലെ ജന്തുക്കളെ നിരീക്ഷിച്ചും അതിന് മുമ്പ് ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്നുവെങ്കിൽ പിന്നീട് അത് ശാസ്ത്രത്തിന്റെ പിൻബലത്തിലേക്ക് വന്നു. അതായത് ഈ കറയുള്ള വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ ഉപയോഗിച്ച് വെള്ളം കണ്ടുപിടിക്കുന്ന ഒരു രീതി. അത് പിന്നീട് ആ ശാസ്ത്രം വളർന്ന് ലോക നിക്ഷേപങ്ങളും എണ്ണ നിക്ഷേപങ്ങളും അതേപോലുള്ള യുദ്ധമേഖലയിലാണെങ്കിൽ ഈ പൊട്ടാതെ കിടക്കുന്ന മൈനുകളും ഷെല്ലുകളും ഒക്കെ കണ്ടുപിടിക്കുന്നതിലേക്കുള്ള രീതിയിലേക്ക് ഈ ശാസ്ത്രം വളർന്നു. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ഈ നമ്മളുടെ ജർമ്മനി അല്ലെങ്കിൽ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ പെൻഡുലം ഉപയോഗിക്കുന്നവരുടെ പേര് പറയുന്നത് നമ്മൾ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരുടെ ദൈവജ്ഞൻ എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ജ്യോതിഷി എന്ന് പറയുന്നത് പോലെ ഈ പെൻഡുലം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയെ പറയുന്ന പേരാണ് ഡൗസിങ്. പെൻഡുലം ഡൗസിങ് എന്നാണ് പറയുന്നത്. അപ്പോ ഈ രാജ്യങ്ങളിലെല്ലാം ഡൗസർമാരുണ്ടായിരുന്നു. അപ്പൊ അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു പ്രശസ്തനായ ഡൗസറുടെ സേവനം ഈ സ്വർണം ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള ഒരു ആഫ്രിക്കൻ രാജ്യം ആവശ്യപ്പെടുകയും അത് അമേരിക്കൻ പ്രസിഡന്റിന് കത്ത് നൽകുകയും ചെയ്തുവെങ്കിലും അദ്ദേഹത്തെ വിട്ടുകൊടുത്തില്ല എന്നാണ് പറയുന്നത്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ഇതേപോലുള്ള ഒരു വിദഗ്ധനെ മറ്റൊരു രാജ്യത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ തിരിച്ചു വരണമെന്ന് ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ടായിരിക്കാം അയാളെ അമേരിക്ക വിട്ടുകൊടുക്കാത്തത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പെൻഡുലം, അതായത് ശാസ്ത്രീയമായ രീതിയിലുള്ള പെൻഡുലം, അതിനെ കണ്ടുപിടിച്ചത് ആബേ മെർമറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. ഇതാണ് പെൻഡുലം. പെൻഡുലം എന്ന് പറഞ്ഞാൽ ഒരു ചരടിൽ കെട്ടിയ ഭാരമുള്ള ഏതൊരു വസ്തുവും പെൻഡുലമായിട്ട് ഉപയോഗിക്കാം എന്ന് ആധുനിക രീതിയിൽ അല്ലെങ്കിൽ പരിഷ്കരിച്ച രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പെൻഡുലം. ഇതിനെ നമ്മൾ സാധാരണ പറയും, ഈ രൂപത്തിൽ പെൻഡുലത്തിനെ വിഭാവന ചെയ്ത ആളാണ് ആബേ മെർമറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. അപ്പൊ അദ്ദേഹം ഈ ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഈ പെൻഡുലത്തിൽ ധാരാളം പഠനങ്ങൾ നടത്തുകയും അതിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങളെ രേഖപ്പെടുത്തി അത് വച്ച് പിന്നെ മറ്റ് ശാസ്ത്രജ്ഞന്മാർ അതിനെ വച്ചുള്ള പരീക്ഷണങ്ങൾ നടത്തി അങ്ങനെ പ്രൂവ് ചെയ്ത് ആധുനിക രീതിയിൽ നമ്മൾ പഠിക്കുന്നത് ആധുനിക രീതിയിലുള്ള ഒരു പെൻഡുല ശാസ്ത്രമാണ്. ഈ പെൻഡുല ശാസ്ത്രത്തിനെ നമുക്ക് ജ്യോതിഷത്തിലേക്ക് ക്ലബ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു വ്യക്തിക്ക് നേരത്തെ സാറ് പറഞ്ഞതുപോലെ പാരമ്പര്യ രോഗം അല്ലെങ്കിൽ ഏത് ഭാഗത്ത് രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഏത് ഭാഗത്താണ് രോഗം, അത് നമുക്ക് വിരാട് പുരുഷൻ അല്ലെങ്കിൽ കാലപുരുഷന്റെ അവയവ സ്ഥാനങ്ങളുണ്ട്. അത് ജ്യോതിഷത്തിൽ മെഡിക്കൽ അസ്ട്രോളജിയിലാണ് കൂടുതലും പറയുന്നത്. അപ്പോ കാലപുരുഷന്റെ അവയവസ്ഥാനങ്ങൾ ശിരസ് മുതൽ പാദങ്ങൾ വരെയുള്ള 12 കാര്യങ്ങളുണ്ട്. അത് നമ്മൾ 12 രാശികളിലേക്ക് മാറ്റും. അപ്പോ തലയിലാണോ, മുഖത്താണോ, കഴുത്തിലാണോ, നെഞ്ചിലാണോ, വയറിലാണോ, അല്ലെങ്കിൽ അടിവയറിലാണോ,
അത് അടിവയറിന് മുൻഭാഗമായ ഗുഹ്യഭാഗത്താണോ, അല്ലെങ്കിൽ അടിവയറിന് പിറകിലായ വസ്തിപ്രദേശത്താണോ, അല്ലെങ്കിൽ അതിന് താഴോട്ടുള്ള തുടകളിലാണോ, കാൽമുട്ടുകളിലാണോ, കണങ്കാലിലാണോ, അല്ലെങ്കിൽ കാൽപാദത്തിലാണോ രോഗമെന്നും, അല്ലെങ്കിൽ എവിടെ രോഗമുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നും നമുക്ക് ഈ പെൻഡുലത്തിന്റെ സഹായത്താൽ മുൻകൂട്ടി കണ്ടെത്താൻ കഴിയും. അപ്പൊ ഈ പാരമ്പര്യമായിട്ട് വരുന്ന രോഗങ്ങളെ കണ്ടെത്താമെന്ന് സാറ് ഹസ്തരേഖ പറഞ്ഞപ്പോൾ പറഞ്ഞു. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ ഗൂഢശാസ്ത്രങ്ങളെല്ലാം തന്നെ ഒരു പരസ്പരമായ ബന്ധം. ഇപ്പൊ ജ്യോതിഷത്തിൽ നമ്മൾ പറയുമ്പോൾ 12 രാശികൾ, 9 ഗ്രഹങ്ങൾ, 27 നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഈ 9 നക്ഷത്രങ്ങളെ തന്നെ നമ്മളുടെ കൈയുടെ ഉള്ളിൽ ഓരോ മണ്ഡലങ്ങളിലേക്ക് ആ ഗ്രഹങ്ങളെ നമ്മൾ മാറ്റുന്നു. അപ്പൊ വ്യാഴമണ്ഡലം എന്നും ശുക്രമണ്ഡലം എന്നും കുജമണ്ഡലം എന്നും ചന്ദ്രമണ്ഡലം എന്നൊക്കെ പറയുമ്പോൾ അത് ജ്യോതിഷത്തിന്റെ കുറെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഈ ഹസ്തരേഖയിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോ ഒരു വ്യക്തിയുടെ കാര്യം അറിയണമെങ്കിൽ സാറ് പറഞ്ഞതുപോലെ ഒരു ഡേറ്റ് ഓഫ് ബർത്തും ടൈമും അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ബർത്തും വേണം. എങ്കിലേ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇന്ന് സോഫ്റ്റ്വെയറിന്റെ സഹായത്താൽ നമുക്ക് അയാളുടെ ജനന സമയത്തെ പറ്റിയുള്ള ഗ്രഹനില കണ്ടെത്താൻ പറ്റും. അതേസമയം ഒരു വ്യക്തിയുടെ ഹസ്തരേഖയോ അല്ലെങ്കിൽ അതേപോലുള്ള അയാളുടെ മുഖശാസ്ത്രം, അതായത് അതിന്റെ ലക്ഷണശാസ്ത്രം എന്ന് പറയും, അതൊക്കെ അറിഞ്ഞിരുന്ന അല്ലെങ്കിൽ അറിയാമായിട്ടുള്ള ഒരാളിന് ഒറ്റ നോട്ടത്തിൽ അയാളെ ഒന്ന് വിലയിരുത്താൻ കഴിയും. അപ്പോ ഈ കുറ്റകൃത്യങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന വിദേശ രാജ്യങ്ങളിൽ അവിടെ ഈ പെൻഡുല ഡൗസർമാരെയും, ആ രാജ്യത്ത് ജ്യോതിഷം ഇത്ര വികസിതമല്ലാത്തത് കൊണ്ട് അവരുടേതായ രീതിയിൽ പെൻഡുല ശാസ്ത്രജ്ഞന്മാരുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഹസ്തരേഖ ശാസ്ത്രജ്ഞന്മാരുണ്ട്. ഇയാൾ ഈ കുറ്റകൃത്യം ചെയ്യാൻ ഇയാൾക്ക് സാധിക്കുമോ, അത് അയാളുടെ കൈരേഖ പ്രകാരമോ അല്ലെങ്കിൽ അയാളുടെ ഒരു വിരൽ കണ്ടാലോ തമ്പ് കണ്ടാലോ നല്ലൊരു വിദഗ്ധനായ ഹസ്തരേഖ വിദഗ്ധന് അത് മനസ്സിലാകും. അങ്ങനെ ഈ ശാസ്ത്രങ്ങളെല്ലാം പരസ്പരം പൂരകങ്ങളാണ്, അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ടതാണ്. നമ്മൾ നോക്കൂ, വാസ്തുശാസ്ത്രം എന്ന് പറയുമ്പോൾ വാസ്തുശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ജ്യോതിഷമാണ്. അപ്പം ജ്യോതിഷത്തിൽ കൂടിയാണ് നമ്മൾ വാസ്തുശാസ്ത്രത്തിലേക്ക് കടക്കുന്നത്. ഒരാൾ ഒരു വീട് വയ്ക്കാൻ ആരംഭിച്ചാൽ അത് എങ്ങനെ, അയാൾക്ക് ഇപ്പം വീട് വയ്ക്കാൻ നല്ല സമയമാണോ, അല്ലെങ്കിൽ അയാളുടെ ജാതകത്തിൽ വീട് വയ്ക്കുന്നതിനുള്ള ആനുകൂല്യമുണ്ടോ എന്ന് നോക്കിയ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണത്, വാസ്തുപരമായ ക്രിയകളിലേക്ക് കിടക്കുന്നത്. അപ്പൊ ഈ പെൻഡുലം എന്ന് പറയുന്നാൽ പണ്ട് കാലത്ത് ഈ ജലസ്രോതസ്സുകളെ കണ്ടെത്താൻ ഉപയോഗിച്ചിരുന്നു. എന്നാൽ അന്ന് ഉപയോഗിച്ചിരുന്നത് കറയുള്ള വൃക്ഷങ്ങൾ, പ്രത്യേകിച്ചും ഒലിവ് മരത്തിന്റെ ശിഖരങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇന്ന് അത് പരിഷ്കൃത രൂപത്തിൽ വന്ന് പല വിധത്തിലുള്ള പെൻഡുലം. ഇന്ന് നമ്മളുടെ ഈ ചക്ര ഹീലിംഗ്, അതായത് ഈ യോഗ പഠിച്ചവർക്കോ അല്ലെങ്കിൽ ഈ റൈക്കിയൊക്കെ പഠിച്ചവർക്ക് അറിയാം, നമ്മളുടെ ശരീരത്തിൽ 7 ചക്രങ്ങളുണ്ട്. അതിനെ മൂലാധാരം, സ്വാധിഷ്ഠാനം പറഞ്ഞ മണിപൂരക, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം എന്ന് പറയുന്ന 7 ചക്രങ്ങളുണ്ട്. ഈ ചക്രങ്ങൾക്ക്, അതായത് ഒരു വ്യക്തിക്ക് രോഗം വരുന്നത് ഈ ചക്രങ്ങൾ, ചിലത് ചക്രാസിന്റെ ബാലൻസിങ് ഇല്ലാത്തത് കൊണ്ടാണ് രോഗം വരുന്നത്. ചിലത് ഏറ്റവും വലുതായിരിക്കും, ചില ചക്രങ്ങൾ ഏറ്റവും കുറഞ്ഞിരിക്കും. അപ്പൊ എല്ലാ ചക്രവും ഒരേപോലെ ബാലൻസിങ് ആയാലേ ആ വ്യക്തിക്ക് രോഗമില്ലാത്ത അവസ്ഥ ഉണ്ടാവും. ഈ ചക്രങ്ങളിലേക്കാണ് ആദ്യം രോഗങ്ങൾ ബാധിക്കുന്നത്. അപ്പോ ഒരാളിന് ഒരു മാരക രോഗം ഉണ്ടാകണമെങ്കിൽ അത് വർഷങ്ങൾക്ക് മുമ്പ് അയാളുടെ ഈ ഔട്ടർ ഓറയിൽ, അതായത് നമ്മുടെ ശരീരത്തിന്റെ പുറത്ത് നമുക്കൊരു ഓറയുണ്ട്. നിങ്ങൾ ദൈവങ്ങളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെയൊക്കെ ചിത്രങ്ങൾ നോക്കുമ്പോൾ അതിന്റെ പുറകിൽ ഒരു മഞ്ഞ കളറിലുള്ള ഒരു വര കാണും. അതാണ് നമ്മുടെ ശരീരത്തിലുള്ള ഓറ. അത് നമ്മളുടെ ആത്മീയ തലത്തിലേക്ക് കൂടുമ്പോൾ ആ ഓറയുടെ വലിപ്പം കൂടി വരും. അപ്പോ ഈ ഒരു രോഗം ബാധിക്കുന്നത് ഉടനടിയല്ല, വർഷങ്ങൾക്ക് മുമ്പോ ഈ ഔട്ടർ ഓറയിലായിരിക്കും നമ്മളുടെ രോഗം ബാധിക്കുന്നത്. അങ്ങനെയുള്ള രോഗങ്ങളെയെല്ലാം കണ്ടുപിടിക്കുന്നതിനും അതേപോലെ കളഞ്ഞുപോയ വസ്തുക്കളെ കണ്ടുപിടിക്കുന്നതിനും പിന്നെ ലോകങ്ങളുടെ നിക്ഷേപം. അപ്പോ എടുത്തു പറയത്തേണ്ട മറ്റൊരു കാര്യം, ഒരു വിദഗ്ധനായ ജ്യോതിഷനോ അല്ലെങ്കിൽ അതേപോലെ ഒരു വിദഗ്ധനായ വാസ്തു ശാസ്ത്രജ്ഞനോ കണ്ടെത്താൻ പറ്റാത്ത ഈ ഒളിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടെത്തണമെങ്കിൽ പെൻഡുലത്തിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്.
പ്രത്യേകിച്ചും വീട് വയ്ക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക്, അല്ലെങ്കിൽ വീട് വച്ച് താമസിക്കുമ്പോൾ അവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്നത്തെ ഈ കാലഘട്ടത്തിലാണെങ്കിൽ സർപ്പശാപം, അല്ലെങ്കിൽ ഒരു തറവാട് എല്ലാ ഏക്കർ കിടക്കുന്ന സ്ഥലം കാണും, അവരുടെ മക്കളൊക്കെ വിദേശത്തും പിന്നെ അച്ഛനും അമ്മയൊക്കെ മരണശേഷം ഇവരെല്ലാവരും കൂടി കൊടുത്ത് ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റിന്റെ ഒരാൾ വാങ്ങിയിട്ട് അയാൾ ഇതെല്ലാം ഭൂമിയെല്ലാം ഇടിച്ചു നിരത്തി കാവെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് അതിനെ ചെറിയ ചെറിയ പ്ലോട്ടുകളാക്കിയിട്ട് 4-5 സെന്റുകളാക്കിയിട്ട് വീട് വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ പ്ലോട്ടാക്കി കൊടുക്കുകയോ ചെയ്യും. അത് താഴ്ന്ന ഭാഗമാണെങ്കിൽ അവർ മണ്ണിട്ടൊക്കെ നികത്തി നല്ല ഒരു രീതിയിൽ ചതുരശ്രം ആക്കി കൊടുക്കും. ഇത് നമ്മൾ ചെന്ന് കാണുമ്പോൾ കൊള്ളാം, നല്ല റോഡുണ്ട്, മെയിൻ റോഡിൽ നിന്ന് ബൈ റോഡുണ്ട്, പ്ലോട്ടിനകത്ത് വരാനുള്ള സൗകര്യങ്ങളുണ്ട്, ചുറ്റുപാടും സ്കൂളും കോളേജും, വലിയ ദൂരത്തല്ലാത്ത സ്കൂളും കോളേജും കടയും കമ്പോളങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് സ്ഥലം കൊള്ളാം എന്ന് കരുതി നമ്മൾ അവിടെ ചെയ്യുന്നു. അവിടെ ചെന്ന് നമ്മൾ ഒരു സ്ഥലം വാങ്ങുന്നു, അല്ലെങ്കിൽ വീടോടുകൂടി വാങ്ങുന്നു. പക്ഷെ അവിടെ താമസം തുടങ്ങുമ്പോഴായിരിക്കും കഷ്ടകാലത്തിന് ഈ വാങ്ങിയ വ്യക്തി ആ സർപ്പക്കാവിരുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നാഗത്തറയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഇതുണ്ടല്ലോ ആ നാഗത്തിന്റെ പ്രതിഷ്ഠയോ ഒക്കെ ഇരുന്ന സ്ഥലത്തായിരിക്കും അയാള് വീട് വെച്ച് താമസിക്കുന്നത്. അപ്പൊ അവിടെ തുടങ്ങുന്നു അയാളുടെ കാര്യം. അയാളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങും. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പരമ്പരകളെയാണ്. പരമ്പരകളെ ബാധിക്കുന്ന 2 ശാപങ്ങളാണ് സർപ്പശാപവും അല്ലെങ്കിൽ നാഗശാപവും പിതൃശാപവും. ഇതെല്ലാം പുറമേ ഉള്ള കാര്യങ്ങളല്ല, ഇതെല്ലാം അകമേ ഉള്ള കാര്യങ്ങളാണ്. നമ്മളുടെ ദൃഷ്ടിഗോചരമല്ലാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതാണ് പെൻഡുലം. പിന്നെ ഭൂമിക്കടിയിൽ കൂടി വലിയ ടണലുണ്ടോ, അല്ലെങ്കിൽ വെള്ളമൊഴുക്കുണ്ടോ, അല്ലെങ്കിൽ നീരുറവയുണ്ടോ, അല്ലെങ്കിൽ ലോക നിക്ഷേപങ്ങളുണ്ടോ, അല്ലെങ്കിൽ ജന്തുക്കളുടെയോ മനുഷ്യന്റെയോ അസ്ഥികൂടങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഈ കുപ്പിച്ചില്ലോ തലമുടി അതേപോലുള്ള കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ജന്തുക്കളുടെ അവശിഷ്ടങ്ങളുണ്ടോ, ഇതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ പുറമേയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ദൃഷ്ടിഗോചരമല്ലാത്ത കാര്യങ്ങളാണ്. ഇതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പെൻഡുലത്തിന്റെ സഹായം തേടാവുന്നതാണ്. പെൻഡുലം നമുക്ക് സുഹൃത്തും വഴികാട്ടിയും എന്നാണ് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഒരു കൃഷി ചെയ്യുന്ന ആളാണെങ്കിൽ ഈ സമയത്തിൽ അല്ലെങ്കിൽ ഈ സീസണിൽ ഏത് വിളയായിരിക്കും നല്ലത്, നെല്ലാണോ ഗോതമ്പാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം കരിമ്പാണോ എന്നുള്ള കാര്യം. നമ്മുടെ നാട്ടിൽ അതൊന്നും ഇല്ലെങ്കിലും നമ്മളുടെ നാട്ടിൽ അനുയോജ്യമായ കൃഷി ഏത്, വാഴയിലാണെങ്കിൽ ഏത്, പിന്നെ ഒരാളിന് ഇഷ്ടപ്പെട്ട നിറം അല്ലെങ്കിൽ അയാൾക്ക് അനുയോജ്യമായ രത്നം, അയാളുടെ നിറം, ആഴ്ചയിൽ ഏത് ദിവസമാണ് അയാൾക്കുള്ളത് നല്ലത്, അല്ലെങ്കിൽ 12 മാസങ്ങളിൽ ഒരു വർഷത്തിലെ 12 മാസങ്ങളിൽ ഏത് മാസമാണ് നല്ലത്. അതേപോലെ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ അയാൾ ഇറങ്ങണമെങ്കിൽ അയാൾക്ക് അത് അനുയോജ്യമായി വരുമോ എന്നുള്ള വിവിധ തരം കാര്യം, അതായത് മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെ നമുക്ക് ഈ പെൻഡുല ജ്യോതിഷത്തിൽ നിന്നും അല്ലെങ്കിൽ പെൻഡുല ശാസ്ത്ര പഠനം കൊണ്ട് നമുക്ക് ഗുണം ചെയ്യും. അപ്പോൾ ഈ പെൻഡുല ശാസ്ത്രം പോലെ തന്നെ മറ്റൊരു ഗൂഢശാസ്ത്രമാണ് ശംഖ് ജ്യോതിഷം. ശംഖ് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഇതാണ് ശംഖ്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ശംഖ്. ഈ ശംഖിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തലയും വാലും കുത്താൻ പാടില്ലാത്ത ശംഖ്, എങ്കിലേ കറങ്ങൂ. നമ്മൾ ശംഖ് കറക്കിയാണ് ഫലങ്ങൾ പറയും. അപ്പോ ശംഖ് ജ്യോതിഷത്തിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ പെൻഡുല ജ്യോതിഷത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഠന കാലാവധി കുറവും, എന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് കൂടിയതുമായിരിക്കും, അല്ലെങ്കിൽ നല്ല കൃത്യതയോടുകൂടി റിസൾട്ട് നമുക്ക് കണ്ടെത്താനും കഴിയും. അപ്പോൾ ഈ ശംഖ് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരു ദ്രാവിഡ മാന്ത്രിക കർമ്മവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശാസ്ത്രമാണ്, അല്ലെങ്കിൽ ആദ്യ ദ്രാവിഡന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ്. അത് പ്രത്യേകിച്ചും കൗളാചാര പ്രകാരം. അത് നിങ്ങൾക്കറിയാം, താന്ത്രികം എന്ന് പറയുമ്പോൾ അത് നിലവിളക്കും അലങ്കാരത്തോടുകൂടി കളങ്ങളൊക്കെ വരച്ച്, പിന്നെ അതേപോലെ പാൽപായസമോ അല്ലെങ്കിൽ അരവണ പായസമോ അതേപോലുള്ള പായസങ്ങളെല്ലാം ഉണ്ടാക്കി പിന്നെ വാദ്യഘോഷങ്ങളോടുകൂടി ഈ ഭഗവാന് അല്ലെങ്കിൽ ദേവന് അർപ്പിക്കുമ്പോൾ ഈ ദ്രാവിഡ കർമ്മങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അവര് കഴിക്കുന്നത് എന്തും മദ്യം, മാംസം അല്ലെങ്കിൽ അതേപോലുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിന് സമർപ്പിക്കും. ഇത് കഴിഞ്ഞ ഒരു 15 അല്ലെങ്കിൽ 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇത് പാരമ്പര്യമായി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ തലമുറകളായിട്ട് മാറ്റം മാറിക്കൊണ്ടിരുന്ന ഒരു ശാസ്ത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഈ തോറ്റംപാട്ട് അതിന്റെ പുസ്തകങ്ങളില്ല, തോറ്റംപാട്ട് രേഖപ്പെടുത്തിയ പുസ്തകങ്ങളില്ല. അതേപോലെ ചാറ്റുപാട്ട് രേഖപ്പെടുത്തിയ പുസ്തകങ്ങളില്ല. അതേപോലെ കൊന്നു തോറ്റുപാട്ട്, ഇതെല്ലാം ഈ ഭദ്രകാളിപ്പാട്ട്, ഈ പാട്ടുകളെല്ലാം കൂടെ നിന്ന് പഠിച്ചതാണ്.
അതിനൊന്നും ലിഖിതമായ കാര്യങ്ങളില്ല. അതേപോലെ തന്നെ ആയിരുന്നു ഈ ശംഖ് ജ്യോതിഷം. എന്നാൽ ആരൊക്കെയോ ചെന്ന് ഈ പ്രത്യേകിച്ചും ഇത് ഈ ട്രൈബൽ സമുദായക്കാരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ അവരുടേതായ ചില ഭാഷാ പ്രയോഗങ്ങളുണ്ട്. അത് നമ്മൾ ആധുനിക ഭാഷയെക്കാളും നമുക്ക് അത് കേൾക്കുമ്പോൾ അറിയാം അവരുടെ ചില ഭാഷാ പ്രയോഗങ്ങളിലുള്ള വ്യത്യാസം. അപ്പോൾ അതെല്ലാം വച്ചിട്ട് നമുക്ക് ഈ ശംഖജ്യോതിഷത്തിന് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ പാരമ്പര്യ ജ്യോതിഷവുമായിട്ട് നമുക്ക് ഈ പെൻഡുലത്തിനെ ക്ലബ് ചെയ്യാം എന്ന് പറഞ്ഞതുപോലെ പാരമ്പര്യ ജ്യോതിഷത്തിനോടൊപ്പം ശംഖജ്യോതിഷവും കൂടി നമുക്ക് ക്ലബ് ചെയ്യാം. അപ്പോൾ ഈ ശംഖജ്യോതിഷത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈശ്വരാധീനം കൊണ്ടാണ് കൂടുതലും ഫലങ്ങൾ പറയുന്നത്. അവിടെ നമ്മൾ രാശികളെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ, ഗ്രഹങ്ങളെയോ നക്ഷത്രങ്ങളെയോ ആശ്രയിക്കുന്നില്ല. രാശികൾക്ക് പറഞ്ഞിരിക്കുന്ന ഫലം അതിനെ കറക്കിയെടുത്ത് ശംഖ് 3 പ്രാവശ്യം അപ്പം വിവിധ തരത്തിലുള്ള ഒറ്റ രാശി ഫലം എന്ന് പറയുന്നു. ചില സ്ഥലങ്ങളിൽ ശംഖിന്റെ വാല് കൊണ്ട് ഫലം പറയുന്നു, ചില സ്ഥലങ്ങളിൽ ശംഖിന്റെ തല കൊണ്ട് ഫലം പറയുന്നു, ചില സ്ഥലങ്ങളിൽ 3 പ്രാവശ്യം കറക്കുന്നു, ചില സ്ഥലങ്ങളിൽ 1 പ്രാവശ്യമേ കറക്കുന്നുള്ളൂ. അങ്ങനെ പല വിധത്തിൽ ഇത് പറയുന്നു. എന്തായാലും നമ്മൾ പഠിക്കുന്ന വെച്ചാൽ പല വിധാനങ്ങളിൽ നിന്നും ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാനൊരു 4 രീതികൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് സാധാരണ യുക്തിക്കനുസരിച്ച് നമുക്ക് ചെയ്ത് ഫലം കണ്ടെത്താൻ പറ്റുന്ന രീതിയിൽ നമ്മളുടേതായ രീതിയിൽ ഒരു ക്രോഡീകരിച്ചെടുത്ത ഒരു വിഷയമാണ് നമ്മൾ ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അത് 5 ക്ലാസ്സുകൾ കൊണ്ടാണ് നമ്മൾ ഈ ശംഖജ്യോതിഷം പഠിക്കുന്നത്. 4 ഓൺലൈൻ ക്ലാസ്സും പിന്നെ ഒരു ഡയറക്റ്റ് ക്ലാസ്. കാര്യം നിങ്ങൾക്ക് ഈ ശംഖ എല്ലാം തന്ന് നിങ്ങളെ അറ്റൂൺ ചെയ്തു, പിന്നെ ഈ ശംഖ എങ്ങനെയാണ് കറക്കേണ്ടതെന്നും എങ്ങനെയാണ് ഫലം എടുക്കേണ്ടതെന്നും നിങ്ങൾ ഓരോരുത്തരെയും കൊണ്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ട്, പിന്നെ ചില മാന്ത്രിക കർമ്മങ്ങളെ പറ്റി ഈ ശംഖജ്യോതിഷവുമായി ബന്ധപ്പെട്ട് സാധാരണ ജ്യോതിഷത്തിലാണെങ്കിൽ നമ്മൾ ഈ കുറിപ്പടി എഴുതി ഏതെങ്കിലും ക്ഷേത്രത്തിലെ പൂജാരിക്കാണ് കൊടുത്തേക്കുന്നത്. അതിലുപരി നമുക്ക് തന്നെ ചെയ്യാവുന്ന ചില കർമ്മങ്ങളുണ്ട്. അവരുടെ ദോഷങ്ങൾ മാറാനായിട്ട് അത് ചെയ്യാം. അതിനെപ്പറ്റിയുള്ള വിധാനങ്ങൾ നമ്മൾ പഠിക്കും. അതെല്ലാം നേരിട്ടുള്ള ക്ലാസ്സിലാണ്. അപ്പോൾ ഈ ഇന്ന് നമ്മൾ തുടങ്ങി വെച്ചത് പാരമ്പര്യ ജ്യോതിഷം, പിന്നെ ഹസ്തരേഖ, അതുപോയിട്ട് ശംഖ് ജ്യോതിഷം, പിന്നെ പെൻഡുല ജ്യോതിഷം. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് ഇതിൽ പല വിഭാഗത്തിലുള്ളവർ കാണും. അപ്പോൾ അതിലോട്ട് പോയിട്ട് കാര്യമില്ല. നമുക്ക് ഓരോരോ ക്ലാസ്സിനും സാറ് പ്രത്യേകം ഗ്രൂപ്പുകൾ ഉണ്ടാക്കും. നിങ്ങൾ അതിലേക്ക് മാറ്റും ഓരോ വ്യക്തികളുടെ താല്പര്യം അനുസരിച്ച്. പിന്നെ 2-3 കോഴ്സ്, എല്ലാ കോഴ്സും ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് കൈകാര്യം ചെയ്യാം. അതിനുള്ള സമയക്രമങ്ങളുണ്ട്. നമുക്ക് ആഴ്ചയിൽ 4 ക്ലാസ്സാണ്. അങ്ങനെ 2 മാസം കൊണ്ടുള്ള ക്ലാസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ആഴ്ചയിലല്ല, മാസത്തിൽ 4 ക്ലാസ്സാണ് അങ്ങനെയാണ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം ലാൽ സാറ് വീണ്ടും നിങ്ങളോട് പറയും. നമസ്കാരം. ഈ പെൻഡുല ജ്യോതിഷത്തില് സാറ് പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പെൻഡുല ജ്യോതിഷത്തിൽ നമ്മൾ 4 ക്ലാസ്സാണുള്ളത്. ഒരു ക്ലാസ് നമ്മൾ നേരിട്ടാണ് നടത്തുന്നത്. അത് നമ്മളെ തിരുവനന്തപുരത്തുള്ള ഓഫീസിൽ വെച്ചിട്ടാണ്. അന്ന് നിങ്ങൾക്ക് പെൻഡുലവും തന്ന് അതിനൊരു ചാർട്ടുണ്ട്. ചാർട്ട് ഇവയെല്ലാം അന്ന് നിങ്ങൾക്ക് നേരിട്ട് തന്ന് നേരിട്ട് മറ്റു കാര്യങ്ങളെ കൂടി പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് കൂടി ഉണ്ട്. അങ്ങനെ നേരിട്ടുള്ള ഒരു ക്ലാസ് കൂടി പെൻഡുല ജ്യോതിഷത്തിലും ഉണ്ട്. പിന്നെ അതുപോലെ ശംഖ് ജ്യോതിഷത്തിലും നേരിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട്. മറ്റു ക്ലാസ്സുകളെല്ലാം ഓൺലൈനിൽ മാത്രമായിരിക്കും ഉള്ളത്. അടിസ്ഥാന ജ്യോതിഷം ഓൺലൈനിൽ മാത്രമാണ്. പിന്നെ അതിന്റെ ഹയർ ലെവൽ ക്ലാസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ നേരിട്ടുള്ള ക്ലാസ്സുകൾ ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കവടിയും പലകയൊക്കെ കൊടുക്കുന്നത്, അല്ല കവടി വെച്ചിട്ട് ഫലം പറയുന്നത്, ഇതെല്ലാം നമ്മൾ നേരിട്ടും പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് അത് വരുന്നില്ല. ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം. സംശയങ്ങളെല്ലാം ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം. ആർക്കെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാമെങ്കിൽ ചോദിക്കണം. നമസ്തേ സാർ, ഇതിന്റെ ക്ലാസിന്റെ സമയക്രമം ഒന്ന് പറയുക എങ്ങനെയാണ്? അത് നമ്മള് ക്ലാസിന്റെ സമയം എന്ന് വെച്ചാല് ആഴ്ചയിൽ ജ്യോതിഷത്തെ സംബന്ധിച്ച് മാസത്തിൽ 4 ക്ലാസ് ഉണ്ടാവും. ആഴ്ചയിൽ ഒരു ദിവസമാണ് ഉണ്ടാകുന്നത്. രാത്രി 8:30 ക്ലാസ്. 8:30 തൊട്ട് 9:30 വരെയാണ് ക്ലാസിന്റെ സമയം. പിന്നെ നമ്മൾ ക്ലാസ്സിന്റെ ഡേറ്റുകളെല്ലാം നമ്മൾ നേരത്തെ തന്നെ അറിയിക്കും. ഈ മാസം ഇനി ഒരു ക്ലാസ്സേ കാണത്തുള്ളൂ.
എല്ലാത്തിനും ഓരോ ക്ലാസ്സുകളെ കാണത്തുള്ളൂ. അടുത്ത മാസം തൊട്ടായിരിക്കും കൃത്യമായിട്ട് നമ്മൾ 4 ക്ലാസ്സുകൾ ജ്യോതിഷത്തിലുണ്ടാവും. മറ്റ് പെൻഡുല ജ്യോതിഷത്തിന് 2 ക്ലാസ് ഉണ്ടാവും. പിന്നെ സംഖ്യാശാസ്ത്രത്തിനും 2 ക്ലാസ് ഉണ്ടാവും. അക്ഷരയ്ക്ക് 3 ക്ലാസ്സുകൾ ഉണ്ടാവും. അത് അടുത്ത മാസം തൊട്ട് കൃത്യമായിട്ട് ടൈം ടേബിളിൽ നേരത്തെ തന്ന് അങ്ങനെ പോകും. ഈ മാസം അവസാനമായിട്ട് ഈ ഓരോ ക്ലാസ്സുകൾ ഉണ്ടാകും. അതെല്ലാം നാളെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ നിങ്ങളെ അറിയിക്കും. പിന്നെ ജ്യോതിഷത്തിനെ സംബന്ധിച്ച് നമ്മൾ നോട്ട്സ് ഒക്കെ PDF ആയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ PDF നോട്ട്സ് ഇട്ട് തരും. അത് നിങ്ങൾ എഴുതിയെടുക്കുകയോ പ്രിന്റ് എടുക്കുകയോ ചെയ്യാം. മറ്റ് ക്ലാസ്സുകളുടെ എല്ലാം നോട്ട്സ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞു തരത്തേ ഉള്ളൂ. അത് നിങ്ങൾ എല്ലാവരും അന്നേരം എഴുതിയെടുക്കണം. ജ്യോതിഷത്തിൻ്റെത് പിന്നെ നോട്ട്സ് ഉണ്ടാവും. പിന്നെ കൂടുതൽ എന്തെങ്കിലും പറയുന്ന കാര്യങ്ങൾ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്തെടുക്കുകയും ചെയ്യണം. ഓക്കെ. അപ്പൊ ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നിപ്പോ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പൊ മറ്റു സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ക്ലാസ്സിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റുകളൊക്കെ അത് നമ്മൾ എല്ലാ ഇതിനും പരീക്ഷ ഉണ്ടാവും. പരീക്ഷ എഴുതുന്ന ആൾക്ക് പരീക്ഷ എഴുതി നമ്മളത് ഓൺലൈൻ പരീക്ഷയാണ്. ഓൺലൈനിൽ നിങ്ങൾക്ക് ചോദ്യപേപ്പറുകൾ അയച്ചു തന്നിട്ട് അത് നിങ്ങൾ വീട്ടിലിരുന്ന് ഒരു നിശ്ചിത സമയം തരും. ആ സമയത്ത് വീട്ടിലിരുന്ന് അതിന്റെ ഉത്തരങ്ങൾ എഴുതി അത് നമുക്ക് പോസ്റ്റ് ചെയ്ത് തരണം. അത് നമുക്കിവിടെ നമുക്കിവിടെ സൂക്ഷിക്കേണ്ടതാണത്. എന്നിട്ട് നിങ്ങൾക്ക് നമ്മളിവിടെ സ്ഥാപനത്തിൻ്റെതായ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരും. ഇത് കൂടാതെ ഇന്ത്യ ഗവൺമെന്റ് അംഗീകൃതമായ ഒരു സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിവിടെ പഠിക്കുന്നവർക്ക് നമ്മുടെ കോഴ്സിനനുസരിച്ചിട്ട് ഉണ്ട്. അത് നമുക്ക് ഇന്ത്യൻ അറ്റസ്റ്റേഷനും അതുപോലെ തന്നെ വിദേശത്ത് പോയി ഒക്കെ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റും ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പിന്നീട് പറഞ്ഞുതരാം. എന്തായാലും നമ്മുടെ ഈ കോഴ്സ് സാധാരണ കോഴ്സ് ഫീസ് തന്ന് പഠിക്കുന്നവർക്കെല്ലാം നമ്മുടെ സ്ഥാപനത്തിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരും. പരീക്ഷ ഉണ്ടാവും. പരീക്ഷ എഴുതുന്നത് മാത്രം. സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ ഉള്ളതാണ്. അതുകൊണ്ട് ആ രജിസ്റ്റേർഡ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കും. നമ്മൾ ഏകദേശം ഒരു 6 വർഷം കഴിഞ്ഞു ഇത് തുടങ്ങിയിട്ട്. അന്നിട്ട് ഇത് ഓൺലൈൻ ക്ലാസ്സുകളാണ്. ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1000-ഓളം ക്ലാസ്സുകളുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പല പല ക്ലാസ്സുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിന്റെ എല്ലാം വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ക്ലാസ്സിന്റെ ഒക്കെ രീതികളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റ് സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പൊ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ നമസ്കാരം. താങ്ക് യു. നമസ്കാരം.